ഹലോ ഫ്രണ്ട്സ്, അപ്പം വെൽക്കം ബാക്ക് ടു ഷിൻസ് ഫാമിലി അഗെയിൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇന്നലെ നമ്മൾ മേടിച്ച ആ മീൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ചിലപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിലും സീസണിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് നല്ല മീൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പം മഴക്കാലത്ത് ചിലപ്പോൾ നമുക്ക് മീൻ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് വേനൽക്കാലത്തെ സമയത്ത് ഒരു ചാകരയുടെ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല മീനുകൾ കിട്ടും. ഫ്രഷ് മീനൊക്കെ കിട്ടുവാണെങ്കിൽ അതെങ്ങനെ മേടിച്ചിട്ട് നമുക്കതെങ്ങനെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിപ്പം ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര കാലത്തോളം അത് പ്രിസർവ് ചെയ്ത് വെക്കാം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു ഷീൻസ് ഫാമിലി അഗെയിൻ. അപ്പം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ഒരു ലൈക്കൊക്കെ അടിച്ചിട്ട് പോകാം. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്കിത് ക്ലീൻ ആക്കിയിട്ട് മുറിച്ച് വെക്കണം. നമുക്ക് ഏത് സൈസിലാണ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം പാചകം ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ കറി വെക്കാനാണെങ്കിൽ അത് ചിലപ്പം ചിലർ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കും. മറ്റേ ചില ആളുകളാണെങ്കിൽ അതന്നെ റൗണ്ടിൽ മുറിച്ചെടുക്കും. നമുക്ക് ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്, കറി വെക്കുന്ന സമയത്ത് വേണ്ടത്, ആ ഷേപ്പിൽ നമ്മൾ ഇപ്പോൾ തന്നെ മുറിച്ചെടുത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി നമ്മളത് മുറിക്കാൻ വേണ്ടി പോകുവാണ്. ശരിക്കും ഈ സാൽമൺ ഇച്ചിരി ഇഴുക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇതിനകത്ത്. പക്ഷേ ഈ മീൻ നല്ലതാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും മീൻ മേടിക്കുമ്പോൾ കുഞ്ഞു മീൻ മേടിക്കണം എന്നാണ് തിയറി പറയുന്നത്. നമ്മളിപ്പോൾ അയല, അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ സ്രാവ് അല്ലെങ്കിൽ ഷാർക്ക് മേടിക്കുമ്പോൾ അതിനകത്തൊക്കെ മെർക്കുറിയുടെ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് പോലും. അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ കിട്ടുന്ന ഒമേഗ 3 കിട്ടുന്ന മീനുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേടിക്കുമ്പോൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒമേഗ 3 കിട്ടുന്ന മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തിയാണ് അതിനകത്ത് മെയിൻ. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അയല ശരിക്കും കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ സ്രാവും കഴിക്കുന്നത് നല്ലതല്ല. അതിനകത്ത് മെർക്കുറിയുടെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് കേട്ടോ. അപ്പം പുറമേ ഉള്ള രാജ്യങ്ങളിലാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാൽമൺ പോലെയുള്ള ഫിഷിനാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉള്ളത്. അപ്പം ഞങ്ങളതുകൊണ്ടാണ് ഇപ്പോൾ ഒമേഗ 3 പിന്നെ ഇവിടെ ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത് സാൽമൺ ആയതുകൊണ്ട് കേട്ടോ അത് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കിലോയുടെ അല്ലെങ്കിൽ 2 കിലോയുടെ ഒക്കെ വലിയൊരു മീൻ മേടിച്ച് അതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ നമുക്കത് മുറിച്ചെടുത്തിട്ട് പ്രിസർവ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 7 ദിവസത്തോളം അത് കേടുകൂടാതെ ഉപയോഗിക്കാം. അതായത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ ഫ്രീസർ ഇപ്പോൾ മുകളിലാണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ചില്ലറ് വെക്കുന്നതായിരിക്കും നമുക്ക് മീനിനൊക്കെ നല്ലത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രീസറിലാണ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് 6 മാസത്തോളം അതൊരു കേടും കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പ്രിസർവ് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഫ്രീസറിൽ വെക്കുന്നതാണ് നമുക്കൊരു നേരത്തെ ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു തണുപ്പൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ തണുപ്പൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തലേന്ന് തന്നെ ഫ്രിഡ്ജിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് സിപ്ലോ കവർ എടുക്കാം, അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഫോയിൽ കവർ ഉണ്ടെങ്കിൽ ഫോയിൽ കവർ, അതെല്ലാം നാട്ടിൽ നമുക്ക് സാധാരണ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളിലായിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഒരു പ്രാവശ്യം കറി വെക്കാൻ വേണ്ടത് ആ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അത് നമ്മൾ ഇനിയിപ്പോൾ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ചില്ലറി വെക്കുന്നുണ്ട് നാളത്തേക്ക് നമുക്ക് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് പ്രിസർവ് ചെയ്യുകയാണ്. നമ്മൾ വെക്കുമ്പം ഡേറ്റ് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് നമ്മൾ കുറേ മീനുകളൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് ആദ്യം വെച്ചതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡേറ്റ് ഇട്ട് വയ്ക്കുവാണെങ്കിൽ അത് എടുക്കുമ്പം പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. മീൻ പ്രിസർവേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കതൊരു 6 മാസത്തോളം നമുക്കത് സൂക്ഷിക്കാം കേട്ടോ. 6 മാസത്തോളം ഒരു കുഴപ്പമില്ല. 6 മാസം കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് എഴുതി വെക്കണം. ഡേറ്റ് ഞാൻ എഴുതി വെച്ചിട്ടില്ല, കാരണം നമ്മളത് പെട്ടെന്ന് തന്നെ എടുക്കും, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് 6 മാസത്തിന് മേലെയാണെങ്കിൽ ഡേറ്റ് എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.